ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിറ്റ്. അപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ കൃഷി ഈ മെയ് അവസാനമായപ്പോഴേക്കും അവസാനിപ്പിക്കുകയാണ്. കാരണം എല്ലാം കാടായി പോയി. കാരണം തണ്ണിമത്തൻ കിടന്നുകൊണ്ട് തന്നെ നമുക്ക് കാട് ഒത്തിരി വെട്ടാൻ സാധിച്ചില്ലായിരുന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് ഇഷ്ടമാതിരി തണ്ണിമത്തങ്ങ ഈ പ്രാവശ്യം കിട്ടി. ഇപ്പോൾ ഇതിൻ്റെ തണ്ടൊക്കെ മാഞ്ഞു തുടങ്ങി. അപ്പം ലാസ്റ്റുള്ള തണ്ണിമത്തങ്ങ കൊണ്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വേനൽക്കാലങ്ങളിൽ ഏത് മാസത്തിനാണെങ്കിലും നമുക്ക് തണ്ണിമത്തൻ്റെ വിത്ത് കുത്തുവാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള തണ്ണിമത്തങ്ങ കിട്ടും. നമുക്ക് പുറത്ത് കൊടുക്കാനും കിട്ടും. അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്കുള്ളത് എങ്കിലും നമുക്ക് കഴിക്കാൻ സാധിക്കും. അപ്പോൾ ലാസ്റ്റത്തെ തണ്ണിമത്തങ്ങ നമ്മൾ വിളവെടുക്കാൻ പോവുകയാണ്. നമ്മുടെ പേര ഉണ്ടായിരുന്നു, പേരയുടെ ചോട്ടിലാണ് നമ്മളിത് തണ്ണിമത്തൻ്റെ വിത്ത് കുത്തിയത്. അതുകൊണ്ട് ഒരു ഉപകാരം സാധിച്ചു. നമുക്ക് ഇതിന് മാത്രമേ വളം കൊടുത്തോളൂ. ഈ പേരയ്ക്ക് കൊടുത്ത വളത്തിൽ തന്നെ നമ്മുടെ തണ്ണിമത്തനും കൂടി വളർന്ന് കിട്ടുകയാണ് ചെയ്തത്. നമുക്ക് ആവശ്യത്തിന് കഴിച്ചു. അതുപോലെ തന്നെ നമുക്ക് ഷോപ്പിൽ കൊടുക്കാൻ ഈ പ്രാവശ്യം കിട്ടി. ഇത് ലാസ്റ്റത്തെ ആട്ടോ, ചെറുതാ. ആദ്യമൊക്കെ പറിച്ചെടുക്കാൻ എളുപ്പമായിരുന്നു, കാരണം കാടില്ലായിരുന്നു. ഇപ്പോഴാണ് ഇതുപോലെ കാടായത്. കാരണം ഇതിൻ്റെ തണ്ട് വെട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് കാടൊന്നും വെട്ടിയില്ല. ഈ കാട്ടിൽ നോക്കി മൊത്തം ഇതുപോലെയുള്ള തണ്ണിമത്തങ്ങ ആയിരിക്കും കേട്ടോ. ഇപ്പം നമ്മൾ ഈ തണ്ണിമത്തങ്ങ എല്ലാം പറിച്ചെടുത്തിട്ട് കാടെല്ലാം വെട്ടി ശരിയാക്കി നമ്മുടെ റംബൂട്ടാൻ, അതുപോലെ തന്നെ പേര, അവക്കാട്, ഇതിനൊക്കെ വളമിടണം. നമ്മൾ ഈ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യുവാണ്. അതിന് ശേഷമാണ് അടുത്ത ഇടവേളയായിട്ട് നമ്മൾ മത്തനൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിതിന് പ്രത്യേകമായിട്ട് തടമൊരുക്കിയിട്ട് അങ്ങനെ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. ഞാൻ അങ്ങനെയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ജനുവരി മാസത്തിലൊക്കെ നമ്മൾ ഓരോ തടം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമ്മൾ വിത്ത് കുത്തിയായിരുന്നു. പക്ഷെ ഇപ്പം ഈ ചെയ്തേക്കുന്ന എല്ലാം പേരയുടെ ചോട്ടിൽ നമ്മൾ നട്ടുവെച്ചതാണ്. അപ്പോൾ ചെറിയ തൈകൾ എന്തെങ്കിലും നടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചോട്ടിലേക്ക് ഒരു 3-4 വിത്തുകൾ കുത്തിയാൽ മാത്രം മതി. അപ്പോൾ അതിന് കൊടുക്കുന്ന വളം കൊണ്ട് നമ്മുടെ തണ്ണിമത്തനം കയറി പോകുന്നോളും. പ്രത്യേക പരിചരണം ഒന്നും ആവശ്യമില്ല. പിന്നെ നമ്മൾ കള വരാതെ, അതിന് ചോട്ടിൽ കള വരാതെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ഈ പ്രാവശ്യം ഇവിടെ പറ്റിയത്, നമുക്ക് തണ്ണിമത്ത മുഴുവൻ വേഞ്ഞ് കിടന്നുകൊണ്ട് നമുക്കതിൻ്റെ പുല്ല് പറിച്ചെടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അവസാനമായപ്പോഴേക്കും മൊത്തം കാടായിപ്പോയി. പക്ഷേ അതിന് മുമ്പുള്ള ആദ്യത്തെ ഹാർവസ്റ്റിങ്ങിലൊന്നും നമുക്കൊരു പ്രശ്നം ഉണ്ടായില്ല. അവസാനത്തിൽ നമ്മൾ ഈ തണ്ട് ചീഞ്ഞു തുടങ്ങി. അതുകൊണ്ട് നമ്മൾ മൊത്തം വിളവെടുക്കുകയാണ് ചെയ്തത്. ഇനിയും കുറച്ച് പുല്ലും കൂടി ഉണ്ട്. അതിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 10-20 തണ്ണിമത്തങ്ങയും കൂടി കിട്ടും. അത് അടുത്ത ദിവസത്തേക്ക് വേണ്ടി ഇട്ടേക്കുവാണ്. അപ്പോൾ രാസവളം ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമ്മൾ കൊടുക്കുന്ന ജൈവ വളത്തിൽ മാത്രം നമുക്ക് തണ്ണിമത്തങ്ങ ഇഷ്ടമാതിരി ഉണ്ടാവുന്നതാണ്, വിളയുന്നത്. സൂപ്പർ. നമ്മുടെ ലാസ്റ്റത്തെ വിളവെടുപ്പ് തണ്ടൊക്കെ മാഞ്ഞതിന് ശേഷം നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഒരു 5-10 ചോട് നമുക്ക് എവിടെയെങ്കിലും കുഴിച്ച് വെക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിൽ കൂടുതൽ തണ്ണിമത്തങ്ങ കിട്ടും അല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യേണ്ടത്, ചെയ്യാതിരിക്കരുത്. കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായിട്ടുണ്ടാവുന്നതാണ് തണ്ണിമത്തങ്ങ. അപ്പോൾ ഒരു കടേനെ ആശ്രയിക്കേണ്ട, ഏതെങ്കിലും തണ്ണിമത്തൻ്റെ വിത്തുകൾ പാകിയാൽ മതി. ഇപ്പോൾ ഞാനാണ് ഇവിടെ, കിരണാണ് കൂടുതൽ പാകുന്നത്. കിരണിൻ്റെ വിത്ത് പാകുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ ഈ തണ്ണിമത്തൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.